SSLC തോൽക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. മിക്ക കുട്ടികൾക്കും തോൽക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ തോൽക്കാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ, അത് വളരെ ചെറിയ ചാൻസ് ഒന്നുമല്ല. നമ്മൾ എല്ലാ വർഷവും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. ഓൾമോസ്റ്റ് 2400 കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് പാസ് ചെയ്തെടുക്കാൻ സാധനമാണ്. അതിൽ പോലും ഇത്രയും കുട്ടികൾ ഫെയിൽ ആയിട്ടുണ്ട്. മൊത്തം പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറവാണെങ്കിലും 1-2 കുട്ടികളല്ല 2000 കുട്ടികൾ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഒരു ചാൻസ് അവിടെയുണ്ട്. അത് ചെയ്യാതിരിക്കണമെങ്കിൽ, ഫെയിൽ ആവാതിരിക്കണമെങ്കിൽ ആക്ച്വലി വളരെ സിമ്പിളാണ്. ഞാൻ ഈ വീഡിയോയിൽ 3 സ്റ്റെപ്പ് പറഞ്ഞിട്ട് ഫെയിൽ ആവാൻ വേണ്ടിയിട്ട്. ആ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതെ ഇരുന്നാൽ മതി. എളുപ്പമായിരുന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമെന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തെ വശത്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യം എന്താ? ആ ഫുൾ A+ വാങ്ങിച്ചെടുക്കാന്നല്ലേ. അതൊരു മിനിമമാണ് ഇന്നത്തെ കാലത്ത്, അല്ലാണ്ട് ഭയങ്കര വലിയ അച്ചീവ്മെന്റ് ഒന്നുമല്ല. അത് നേടിയെടുക്കുന്നത് ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഈ ഫുൾ A+ കിട്ടുക എന്ന് പറഞ്ഞാലും അത്ര എളുപ്പമുള്ള ഒരു കാര്യം കൂടി അല്ല. കഴിഞ്ഞ വർഷം ഓൾമോസ്റ്റ് ഇത്രയും കുട്ടികളെ കിട്ടിയത്, അതായത് ഓൾമോസ്റ്റ് 14.4% കുട്ടികളെ കിട്ടിയുള്ളൂ. ഈ വർഷമൊക്കെ നോക്കിയാലും നോക്കിക്കോ, അതിൻ്റെ നമ്പർ താഴാനാണ് ചാൻസ്. ഓക്കെ, പരീക്ഷയുടെ ലെവൽ കൂടുന്നുണ്ട്, സിലബസ് മാറിയിട്ടുണ്ട്, പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നില്ല ഇതൊരു 10% മുകളിൽ ഉണ്ടാവുന്നു. അപ്പൊ ടോപ്പ് 10% നിങ്ങൾ എത്തണമെങ്കിൽ വീണ്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. സാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത? ഫസ്റ്റ് കാര്യം, തുടങ്ങുന്നത്. സാർ ലേറ്റ് ആയിട്ട് തുടങ്ങുന്നത് ചെയ്യാൻ പാടില്ല എന്നല്ലേ. ഞങ്ങൾ സ്കൂൾ തുടങ്ങിയിട്ട് കുറേ കഴിഞ്ഞിട്ട് പലരും തുടങ്ങാറുണ്ട്. നിങ്ങൾ 9ാം ക്ലാസ്സിലൊക്കെ അങ്ങനെ ഓണം എക്സാം സമയത്താണ് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ചെയ്യാതിരിക്കാൻ പാടില്ല, അതല്ലേ സാർ ഉദ്ദേശിച്ചത്? അല്ല, നിങ്ങൾ ഓൺ ടൈം പോലും തുടങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾ സ്കൂൾ തുടങ്ങിയപ്പോൾ പോലും, സ്കൂൾ തുടങ്ങില്ലേ അപ്പോൾ പോലും തുടങ്ങിയാൽ മതിയാവില്ല. എന്താ സാർ അങ്ങനെ? സ്കൂൾ തുടങ്ങുമ്പോൾ തുടങ്ങിയാൽ പോരെ, ഇഷ്ടംപോലെ സമയമില്ലേ? മക്കളെ പണ്ടത് ഓക്കെ ആയിരുന്നു. പണ്ടത്തെ സിലബസ് പ്രകാരം, പണ്ടത്തെ ഇതിനേക്കാൾ മുൻപുള്ള വർഷങ്ങളിലൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു A+ കിട്ടാൻ. അപ്പം ആ വർഷങ്ങളിലൊക്കെ മെല്ലെ പഠിച്ചു പോയാൽ മതിയായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ മൊത്തത്തിൽ എക്സാമൊക്കെ ഈസി ആക്കി തുടങ്ങിയിരുന്ന സമയം ഉണ്ടായിരുന്നു. സിലബസും കുറച്ച് ഫോക്കസ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ഈസി ആക്കിയ സമയങ്ങളിൽ അത്ര മതിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ, ഇപ്പോഴത്തെ പുതിയ പാറ്റേൺ പ്രകാരം, പുതിയ സിലബസ് പ്രകാരം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കൂൾ തുടങ്ങുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നാൽ അത്ര നല്ലൊരു ഐഡിയ ആയിരിക്കില്ല. നിങ്ങൾ തോൽക്കാനുള്ള ചാൻസ് വളരായിട്ടില്ലെങ്കിലും നിങ്ങൾ A+ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞു വരികയാണ്. അപ്പം നേരത്തെ തുടങ്ങുക തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻ. അത് നിങ്ങൾ എങ്ങനെ തുടങ്ങുകയാണെങ്കിലും, നിങ്ങൾ സ്വന്തം പഠിച്ചു തുടങ്ങുകയാണെങ്കിലും, നിങ്ങൾ ട്യൂഷന് പോയി തുടങ്ങുകയാണെങ്കിലും, ഓൺലൈൻ ബാച്ചിൽ തുടങ്ങുകയാണെങ്കിൽ ഒക്കെ നേരത്തെ തുടങ്ങുക. നിങ്ങൾക്കറിയാം നമ്മുടെ SSLC ലക്ഷ്യ ബാച്ച് വി സ്റ്റാർട്ടഡ് ലാസ്റ്റ് വീക്ക്. നമ്മൾ തുടങ്ങി ബാച്ച്, കുട്ടികൾ പഠിച്ചു തുടങ്ങി. പല കുട്ടികളും ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററൊക്കെ തീർന്നു. ഫിസിക്സിലൊക്കെ സെക്കൻഡ് ചാപ്റ്റർ വരെ തീർന്ന കുട്ടികളുണ്ട്. കാര്യം നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ഫസ്റ്റ് ചാപ്റ്ററെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമുള്ളെങ്കിലും പല കുട്ടികൾ അത് തീർത്തു. നിങ്ങൾ ആലോചിച്ചു, അങ്ങനത്തെ കുട്ടിക്കൊക്കെ അവൻ ഓൾമോസ്റ്റ് ഗ്യാരണ്ടി ചെയ്തിരിക്കുകയാണ് അവന് ഫുൾ A+ കിട്ടുന്നത്. അതിനുവേണ്ടി ഭയങ്കര എക്സ്ട്രാ എഫേർട്ടൊന്നും എടുത്തില്ല. ഈ ഒരു സമയങ്ങളിൽ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മാക്സിമം പഠിക്കുന്നുള്ള ആ കുട്ടി. അപ്പോൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ബാച്ച് വി ആർ സ്റ്റാർട്ടിങ് ഓൺ 29 അടുത്ത ബാച്ച് തുടങ്ങുക. അപ്പോൾ അതിലെങ്കിലും നിങ്ങൾ എക്സാമിനറിന് കൂടി പഠിക്കാൻ പ്ലാനിങ് അതിലെങ്കിലും ജോയിൻ ചെയ്യാം. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആക്കുന്നോ 2 കാര്യങ്ങൾ സംഭവിക്കും. അത്രത്തോളം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടി വരും. കാരണം എന്താണ്, ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ 30 മിനിറ്റ് വീതം എല്ലാ വർഷം മൊത്തം 30 മിനിറ്റ് അല്ല, അറ്റ്ലീസ്റ്റ് ഇപ്പം 30 മിനിറ്റും കുറച്ച് കഴിയുമ്പോൾ എന്താണ് മെല്ലെ 1 മണിക്കൂറും ഡെയിലി പഠിച്ചാൽ ഈ പ്രശ്നം തീരും. സിലബസ് തീരുകയും ചെയ്യും, റിവൈസ് ചെയ്യാൻ സമയം കിട്ടുകയും ചെയ്യും, A+ എളുപ്പത്തിൽ വാങ്ങിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ലേറ്റ് ആയിട്ട് തുടങ്ങുന്നെങ്കിൽ, ലേറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ തുടങ്ങിയിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ, നിങ്ങൾ ആ അരമണിക്കൂർ നിങ്ങൾ പഠിക്കേണ്ട എത്രയായിരിക്കും? നിങ്ങൾ 50 മിനിറ്റ് എല്ലാ ദിവസം പഠിക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ അത് 1.5 മണിക്കൂറിൽ ആക്കേണ്ടി വരും. നിങ്ങൾ വെറുതെ എഫേർട്ട് എടുക്കുകയാണ് എക്സ്ട്രാ. മനസ്സിലായി? എല്ലാ ദിവസവും അരമണിക്കൂർ ഡെയിലി പഠിക്കുന്നതും എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിക്കുന്നതും ഭയങ്കര സ്ട്രെസ് ഡിഫറൻസ് ഉണ്ട്. ഡബിൾ സ്ട്രെസ് അല്ല, അതിനേക്കാളും കൂടുതൽ സ്ട്രെസ് ആവും. നമുക്ക് ദേഷ്യം വരും, നമുക്ക് തീരില്ല, പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള സിമ്പിൾ മാർഗം എന്താ? കുറച്ച് നേരത്തെ തുടങ്ങുക. എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞ് 3 മാസം വെക്കേഷൻ ഉണ്ട്. ആ 3 മാസം ചില്ലായിട്ട് ഇരുന്നൂടെ? ഫുൾ A+ പരീക്ഷയിൽ കിട്ടുന്ന ഏതാണ്ട് ഉറപ്പായിട്ട് പരീക്ഷ എഴുതിയിരിക്കുകയാണ്. എന്ത് രസമായിരിക്കും, ചില്ല് ചെയ്തൂടെ? പേരൻസും പ്രശ്നം ഉണ്ടാക്കാൻ വരും. പേരൻസിനോട് പറയാം എനിക്ക് ഫുൾ A+ കിട്ടും അമ്മ, അച്ഛാ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞാൽ ഇരുന്നാൽ പോരെ. മറ്റേതെന്താ പ്രശ്നം? ഈ ഫുൾ A+ കിട്ടുമോ ഇല്ലയോ, പാസ്സാവോ ഫെയിലാവോ എന്നുള്ള ആ ഒരു സംശയത്തിൽ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് 3 മന്ത്സ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 3 മന്ത്സ് നന്നായി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത് ഫുൾ സാക്രിഫൈസ് ഒന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ സാക്രിഫൈസ് ചെയ്താൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ജേർണി ഈസി ആവും. ഓൾമോസ്റ്റ് ആ ഫുൾ A+ ഗ്യാരണ്ടി ചെയ്യാനും പറ്റും. അപ്പോൾ അതിനാണ് നേരത്തെ തുടങ്ങുക എന്ന് പറയുന്നത്. 2ാമത്തെ സ്റ്റെപ്പ്, കോൺസെപ്റ്റ് പഠിക്കാതിരുന്നാലും നിങ്ങൾ തോക്കും. അത് പ്രത്യേകിച്ച് ഇനി വരുന്ന വർഷങ്ങളിൽ, ഈ വർഷങ്ങൾ മുതൽ, കഴിഞ്ഞ വർഷം മുതൽ അത് വാലിഡ് ആണ്.
പല ചോദ്യങ്ങളും പരീക്ഷയിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടത് വെറുതെ ബൈഹാർട്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ച കുട്ടിക്കോ അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ ബൈഹാർട്ട് പഠിച്ച പോയ കുട്ടിക്കോ ഉത്തരം കൊടുക്കാൻ പറ്റുന്ന ചോദ്യമല്ല. ഈവൻ സിമ്പിൾ ചോദ്യങ്ങൾ പോലും ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പഠിച്ച കുട്ടിക്കല്ല, ടെക്സ്റ്റ് ബുക്ക് ബൈഹാർട്ട് പഠിച്ച കുട്ടിക്കല്ല, കോൺസെപ്റ്റ് മനസ്സിലാക്കിയ കുട്ടിക്ക്. മനസ്സിലാക്കി പഠിക്കുന്നത് ഒരു ശീലാക്കി കൊണ്ടുവരിക. ഇതുവരെ നിങ്ങൾക്ക് അത് ശീലം അല്ലെങ്കിൽ 10ാം ക്ലാസ് മുതലെങ്കിലും ശീലാക്കുക. കാരണം ഈ +1 +2 ഒക്കെ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ A+ ഒക്കെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ ബൈഹാർട്ട് പഠിക്കുക, അല്ലെ പരീക്ഷയ്ക്ക് വേണ്ടി കുറേ ചോദ്യങ്ങൾ പഠിക്കുക എന്നുള്ള മെത്തേഡ് മാറ്റുക, അല്ലെ പ്രഡിക്ഷൻ ചോദ്യങ്ങൾ പഠിക്കുക. അത് വർക്കാവില്ല മക്കളെ. ഇപ്പം എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാവും അത്രത്തോളം നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ ജൂനിയേഴ്സിനോട് ഉപദേശം കൊടുക്കണം. അങ്ങനെ പലരും ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കാറുണ്ട് ഈ ഒരു ട്രാപ്പിൽ പെട്ടിട്ട്. എന്തിനാ വെറുതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് മര്യാദയ്ക്ക് പഠിച്ചാൽ പോലെ. അപ്പോൾ കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സ്കൂളിൽ നിന്ന് അത് കിട്ടുന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, അത് മതി. ഇല്ല ട്യൂഷനോ ഓൺലൈനിൽ എവിടെ നിന്നാണെങ്കിലും ആ ടീച്ചർ വെറുതെ ബൈഹാർട്ട് പഠിപ്പിച്ചാണ് പോകുന്നതെങ്കിൽ ആ ടീച്ചറിനെ അവോയ്ഡ് ചെയ്യുക. ആ ടീച്ചർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമില്ല. ആ ടെക്സ്റ്റ് ബുക്ക് വെറുതെ വായിച്ചാൽ പറയുന്നുണ്ട്. കോൺസെപ്റ്റ് പറഞ്ഞ് ശരിക്കും അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ള അതാണ് ക്ലാസിൻ്റെ പോയിന്റ്. അല്ല ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ പോലെ. ഇമ്പോർട്ടൻറ്റ്. ചെയ്തില്ലേ ചിലപ്പോൾ തോക്കും. റിവൈസ് ചെയ്യാതിരിക്കാൻ. സാർ റിവിഷനൊക്കെ ഞങ്ങൾ ചെയ്യും. പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ റിവിഷൻ അല്ലേ ചെയ്യുക. 9ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്തല്ലേ. ആ റിവിഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതെന്തായാലും എല്ലാവരും ചെയ്യണം. അത് ചെയ്തുകൊണ്ട് നിങ്ങൾ A+ കിട്ടണമെന്ന് ആരും പറഞ്ഞില്ല. ആ റിവിഷൻ ചെയ്തുകൊണ്ട് അതെല്ലാവരും ചെയ്യേണ്ട ബേസിക് കാര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന റിവിഷൻ റെഗുലർ റിവിഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എടാ നിങ്ങൾ ഫിസിക്സിനെ ഫസ്റ്റ് ചാപ്റ്റർ പല കുട്ടികളും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ തീർന്നുണ്ട്. പോട്ടെ, ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു. നിങ്ങളും ഇപ്പോൾ 29th ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1.5 weeks നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ തീരും. ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ തൊടുന്നില്ല. ഫുള്ള് ഞാൻ പഠിച്ചു, അലക്സ് സാർ ഫുള്ള് പഠിപ്പിച്ചു. ബാക്സിൽ എല്ലാ സാധനമുണ്ട്. ക്ലാസ് ടോപ്പിക് ക്ലാസ് ഉണ്ട്, PYQ ഉണ്ട്, SCRT സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ലെറ്റേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാം നിങ്ങൾ പഠിച്ചു ചെയ്യും. അപ്പോൾ ഞാൻ ഫുള്ള് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കുക. എന്താ സംഭവിക്കാൻ പോകുന്നത്? വളരെ സിമ്പിൾ. ഇത്രയും സംഭവിക്കാൻ പോകുന്നുണ്ട്. പബ്ലിക് എക്സാം ആകുമ്പോൾ നിങ്ങൾ ഫുൾ മാർക്കും. നിങ്ങൾ ആ സമയത്ത് റിവൈസ് ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോണ്ടാവും നിങ്ങൾക്ക് ഒന്നും ഓർമ്മയില്ല. ഇപ്പോൾ ആദ്യം മുതൽ പഠിക്കുന്നവരെയോ. ഇതെല്ലാ വർഷവും എല്ലാ കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ എത്താൻ പോകുന്നതെങ്കിൽ എന്തിനാ ആദ്യം പഠിച്ചത്? വീണ്ടും ഒന്നും കൂടി പഠിക്കേണ്ട അവസ്ഥയിലേക്ക് ആണ് അവസാനം എത്തുന്നതെങ്കിൽ എന്തിനാ ആദ്യം പഠിച്ചത്? എന്തിനാ ആ സമയം വേസ്റ്റ് ചെയ്തത്? ആ സമയം വലിയ ഗെയിം കളിച്ച് കിടന്നാൽ പോരെ, അല്ലെ ഫുട്ബോളോ ക്രിക്കറ്റോ എല്ലാം കളിച്ച് കിടന്നാൽ പോരെ? എന്തിനാ പഠിക്കുന്നത്? അപ്പോൾ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടിയും കൂടിയാണ് അത്. പബ്ലിക് എക്സാം വരെ നിങ്ങളുടെ തലമണ്ടിൽ ഉണ്ടാവേണ്ടത്, അല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എഫേർട്ട് എടുക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. മനസ്സിലല്ലേ? അതെങ്ങനെയാ സാർ? അതെങ്ങനെയാ ഞങ്ങൾ പബ്ലിക് എക്സാം വരെ ഓർത്തിരിക്കുക? കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ, ഞങ്ങൾ ഇപ്പോഴല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുൾ ഇവിടെ ഓർത്ത് വെച്ചില്ലേ പിന്നെന്താ കാര്യം? പിന്നെന്താ പഠിക്കുന്നത്? നമ്മൾ ഫിസിക്സിൽ PhD എടുക്കാൻ പോവല്ല, നോബൽ പ്രൈസ് വാങ്ങാൻ പോകുന്നവരുണ്ടാവും ചിലപ്പോൾ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. നമുക്ക് മാർക്ക് വേണം, ഓർത്തിരുന്നില്ല എന്താ കാര്യം? അപ്പോൾ സാർ ഇതിൻ്റെ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ 2 ആഴ്ച എടുത്തിട്ട് ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പരീക്ഷയുടെ സമയത്തല്ല, സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റ് നടക്കുമ്പോഴല്ല റിവൈസ് ചെയ്യേണ്ടത്, ഓണം എക്സാം നടക്കുമ്പോഴല്ല റിവൈസ് ചെയ്യേണ്ടത്. റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യുക. സാർ അതിന് സമയമൊക്കെ ഉണ്ട്, സമയം ഉണ്ടാക്കണം. അതല്ലാതെ ബ്ലൈൻഡ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? എന്ത് കാര്യമുള്ളത്? നിങ്ങൾ പഠിക്കാതിരിക്കുന്നല്ലേ? മനസ്സിലല്ലേ? സമയമില്ല, സിലബസ് തീരില്ല. അപ്പോൾ ഞാൻ പഠിക്കണം, അടുത്ത ചാപ്റ്റർ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇഫ് യു കാൺ റിമെമ്പർ ഇറ്റ്, നിങ്ങൾ എന്താ കാര്യം? നിങ്ങൾക്ക് അവസാനം പരീക്ഷയിൽ ഒരു കാര്യമില്ല. അപ്പോൾ റെഗുലർ റിവിഷൻ ആവശ്യമാണ്. അതിന് ഭയങ്കര സമയമൊന്നും എടുക്കില്ല. ആദ്യത്തെ പ്രാവശ്യമൊക്കെ റിവിഷൻ ചെയ്യാൻ സമയം എടുക്കുള്ളൂ, പിന്നെ അത് ഈസിയായി വരും. മാത്രമല്ല ഇത് സമയത്തിൻ്റെ പ്രശ്നമല്ല, മടിയുടെ പ്രശ്നമാണ്. പഠിച്ച കാര്യം വീണ്ടും പഠിക്കുക എനിക്ക് അടക്കം മടിയാണ്. ഇത് പഠിച്ചല്ലേ നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ആ ബോറിംഗ് എഫേർട്ട് ആയിരിക്കും നിങ്ങളെ A+ എത്തുക. അത് ചെയ്തില്ലേ A+ കിട്ടില്ല. ഇത് ഫിസിക്സിൻ്റെ കാര്യത്തിന് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഫിസിക്സ് അല്ലാത്ത സബ്ജക്ട്സിൽ. ഫിസിക്സ് ആക്ച്വലി മനസ്സിലാക്കിയിട്ട് ഓർത്ത് വെച്ചാൽ പിന്നെ ഓർമ്മ ഉണ്ടാവും. പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട്സ് അങ്ങനെയല്ല. സോഷ്യൽ, ബയോളജി കുറേ ഓർത്ത് കാണുന്ന സാധനങ്ങൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാം മറക്കും. പരീക്ഷ ആകുമ്പോഴത്തേക്ക് വീണ്ടും ഫുൾ പഠിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ എന്തിനാ എത്ര നാൾ പഠിച്ചതെന്നൊക്കെ വല്ലതും ചിന്തിക്കും. അതുണ്ടാവാതിരിക്കാനാണ് പറഞ്ഞു തരുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾ ഫെയിൽ ആവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് A+ ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. 10% കുട്ടികൾ എന്തായാലും A+ കിട്ടും. ആ 10% എത്താന്ന് പറഞ്ഞാൽ 1% എത്തണ്ട. ടോപ്പ് 1%, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 10%-ലേക്കൊക്കെ എത്താൻ നിങ്ങൾക്ക് പറ്റൂടും.
അതിന് ഈ മണ്ടത്തരം കാണിക്കാതിരുന്നാൽ മതി. പല കുട്ടികളും ഇതിൽ ഏതെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചിട്ടാണ് ഇതിൽ പെടാതെ പോകുന്നത്. ആ മണ്ടത്തരം നിങ്ങൾ ചെയ്യാതിരുന്നാൽ നിങ്ങൾ നോക്കി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും. ടഫായിട്ട് കഷ്ടപ്പെടുമെന്ന് വേണ്ട, എളുപ്പത്തിൽ എത്താൻ പറ്റും. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും എക്സാമിന് സമയത്ത് ഒരുപക്ഷെ A+ വരും പാസ്സാവാൻ തന്നെ നിങ്ങൾ സ്ട്രഗിൾ ആയിരിക്കും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ഒന്നുമല്ല, പക്ഷെ റിയാലിറ്റി മനസ്സിലാക്കണം എന്ന് ഉദ്ദേശത്തോടു കൂടെ ഉണ്ടാക്കിയ വീഡിയോ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് SSLC അടിച്ച് പൊളിക്കാം. ഫുൾ A+ ഗ്യാരണ്ടീഡ് ഉള്ള രീതിയിൽ മുന്നോട്ട് പോകാം.